കോടതി മുറിയിലെ കൺമൂടപ്പെട്ട നീതിദേവതയെ സ്മരിച്ചുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആരുടെ നീതി? എന്ത് നീതി? എന്തോന്നു? അപ്പൊ എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലേക്ക് പോയിരുന്ന രാജസ്ഥാനിലെ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവെച്ചത്. എന്നാൽ ഇന്ന് അവിടെ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് മറ്റു ചില വിശേഷങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാജസ്ഥാനിലെ അൽവാറിലെ സംഗനീർ ജില്ലയിലേക്കാണ് കൂട്ടുകാരെ പോകുന്നത്. സംഗനീർ ജില്ലയിലേക്കാണ്. അവിടെ ആരാണ്? അവിടെ നമ്മളെ കാത്ത് ചില അതിഥികളുണ്ട്. അപ്പോ ഇവിടെയാണ് നമ്മൾ നമ്മുടെ നായികയെ കാണുന്നത്. സുഹൃത്തുക്കളെ, അങ്ങേയറ്റം വേദനാജനകമായ ഒരു പ്രണയ കഥയാണ് ഈ കാണുന്നതാണ് നമ്മുടെ നായിക പ്രിയ സേഠ്. അപ്പോൾ പ്രിയ വെൽക്കം ടു സെൻട്രൽ ജയിൽ സിനിമയിലെ വേദികയെ പോലെ തൻ്റേതല്ലാത്ത കാരണത്താൽ ഒരു കൊല ചെയ്യേണ്ടി വന്നു, ജയിലിൽ വന്നു പെട്ടുപോയ ഒരു യുവതിയുടെ കഥന കഥ എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അരുംകൊല നടത്തിയതിനാണ് അവൾ ഇവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ദുഷാന്ത് ശർമ്മ. ദുഷാന്ത് ടിൻഡർ എന്ന ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരു യുവതിയുമായി പരിചയപ്പെടുന്നു. വേറെ ആരുമല്ല, നമ്മുടെ പ്രിയ സേഠ്. അങ്ങനെ ഈ പരിചയപ്പെട്ട വേളയിൽ പ്രിയ തന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി ദുഷ്യന്തിനോട് ചോദിക്കുന്നു. അപ്പൊ ദുഷ്യന്ത് അറിയാതൊരു കള്ളം പറഞ്ഞു. അറിയാതൊരു കള്ളം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സാധാരണ ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥയാണ്. പെണ്ണ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് തെറ്റായിട്ട് ഒരു ജീവിതം സെറ്റ് ആകട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ താൻ ഒരു വലിയൊരു പണക്കാരനാണ്, തന്റെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടെന്നൊരു കള്ളം പറഞ്ഞു. പക്ഷെ അതൊരു ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചിന്തയൊന്നും ഒരു കഴിവൊന്നും ദുഷ്യന്തിന് ഉണ്ടായിരുന്നില്ല. താൻ കയറിക്കൊടുത്തത് ഒരു വലിയൊരു ട്രാപ്പിലെ വലിയൊരു കെണിയിലേക്കായിരുന്നു ദുഷ്യന്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അധികം വൈകാതെ തന്നെ പ്രിയ ദുഷ്യന്തിനെ തന്റെ ഫ്ലൈറ്റിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ വലിയ ആവേശത്തോടു കൂടി ദുഷ്യന്ത് പ്രിയയുടെ ഫ്ലൈറ്റിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ പ്രിയ തന്റെ ആൺ സുഹൃത്തുക്കളുമായി ഒന്നു ചേർന്ന് ദുഷ്യന്തിനെ ബന്ദിയാക്കി അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ച് പിതാവിനോട് 10 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് പ്രിയ നടുക്കുന്ന സത്യം തിരിച്ചറിയുന്നത്. അവന്റെ കയ്യിൽ 5 പൈസ ഇല്ല, അവൻ ചുമ്മാ ഒരു കള്ളം പറഞ്ഞതാ. പിന്നെ പറയണ്ടല്ലോ, ഈഗോ ഇറ്റ് സ്പീക്ക്. കോപാകുലരായ പ്രിയയും തന്റെ സുഹൃത്തുക്കളും ചേർന്ന് ദുഷാന്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. അതിക്രൂരമായി കൊല ചെയ്ത ശേഷം അവന്റെ ശരീരം വെട്ടി നുറുക്കി ഒരു പെട്ടിയിലാക്കി അവർ ഉപേക്ഷിക്കുന്നു. അതാണ് പ്രിയ ഇന്ന് ഇവിടെ ഈ ചേരിനെത്താനുണ്ടായ കാരണം. അപ്പൊ പ്രിയ സേഠിന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ ക്ലിപ്പ് ഉണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, ടിൻഡർ പറഞ്ഞത് गलत नाम गलत पहचान बताई थी और ये बता दें कि बहुत पैसे वाला है और मैं दिशांत साथ में रह रही थी. उसके ऊपर कर्जा था तकरीबन 21 लाख का. उसे कोई चाहिए था ऐसा बंदा जिससे पैसे आ सके. तो हमने मिलकर प्लान बनाया था कि किसी को किडनैप करके. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്ന ഇത്രേ ഉള്ളൂ. ഇവർ ഈ പുള്ളിക്കാരി ഈ കൊല ചെയ്യാൻ വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. ഈ പ്രിയയുടെ സുഹൃത്തായ ദീക്ഷന്തിന് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കടങ്ങൾ തീർക്കാൻ വേണ്ടി ഒരാളെ ഇതേപോലെ ഹണി ട്രാപ്പിൽ കൊടുക്കുക, അയാളെ കൊല ചെയ്യുക, അയാളുടെ വീട്ടിൽ വിളിച്ച് പണം ആവശ്യപ്പെടുക, ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പം ദുഷാന്ത് ശർമ്മയെ കൊല ചെയ്യാൻ വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു തരത്തിലും ഒരു ദയാദാക്ഷ്യം കാണിക്കാതെ ചെയ്ത അതിക്രൂരയാണ് ഈ പറയുന്ന പ്രിയ സേഠ്. ഇനി നമുക്ക് നമ്മുടെ നായകനെ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് നമ്മുടെ നായകൻ ഹനുമാൻ പ്രസാദ്. ഇവനെ നമുക്ക് ഹനുമാൻ എന്ന് വിളിക്കാം. അപ്പൊ ഹനുമാനും പ്രിയോടൊപ്പം ഇതേ ജയിലാണ്. എൻ്റെ ആഞ്ജനായ സ്വാമിയെ ക്ഷമിക്കണേ. ഇവനെ പേരിടുന്ന നേരത്ത് ഇവന്റെ പാരൻസ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇവൻ ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഹനുമാൻ ഇത് എങ്ങനെ ഇവിടെ എത്തിയെന്ന്, എന്ത് കുറ്റം ചെയ്തിട്ടാണ് അവൻ വന്നത്? അപ്പൊ ഇതും ചെറിയൊരു ലവ് സ്റ്റോറിയാണ്. അതായത് തന്റെ കാമുകിയുടെ ഭർത്താവായിട്ടുള്ള ബന്ധം പുള്ളിക്കാരനത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഭർത്താവിനെ 3 മക്കളെയും അടക്കം ഒരു 4-5 പേരെ തട്ടിയ കുറ്റത്തിന്റെ ട്രോഫി ആയിട്ടാണ് ഹനുമാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഈ ജയിലിൽ വെച്ചാണ് പ്രിയയും ഹനുമാനും തമ്മിൽ കണ്ടുമുട്ടുന്നതും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള ഒരു സംശയമായിരിക്കും, എന്നാലും എങ്ങനെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ ജയിലിൽ? അപ്പോൾ ഇവരെങ്ങനെ കണ്ടുമുട്ടും? അവിടെയാണ് ട്വിസ്റ്റ്. അതായത് ജയിലിലെത്തിയ പിന്നെ രണ്ടാളും വല്ലാണ്ട് അങ്ങ് നന്നായി. അപ്പോൾ വല്ലാണ്ടൊക്കെ നന്നായിപ്പോൾ ഇവർക്ക് നല്ല നടപ്പിന് ഇവരെ ഓപ്പൺ ജയിലിലേക്ക് മാറ്റി. ഈ ഓപ്പൺ ജയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് രാവിലെ അവിടുന്ന് സെല്ലിൽ നിന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ പുറത്ത് പോയി ജോലി ചെയ്ത് വൈകിട്ട് തിരിച്ചു വരാം, കംപ്ലീറ്റ് വരാം. നമുക്ക് പുറത്ത് പോലും അങ്ങനെ കിട്ടില്ല. അങ്ങനെ ഒരു അവസരത്തിലാണ് ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നതും കണ്ണും ഉടക്കുന്നതും. പിന്നീട് അങ്ങോട്ട് മറ്റേ അങ്ങനെ പ്രണയം മൂത്തപ്പോൾ അവരങ്ങ് കെട്ടാൻ വേണ്ടി തീരുമാനിച്ചു. മെയ്ഡ് ഫോർ ഈച്ച് അതർ, ഈ നാമ്പേച്ച് മരപ്പെട്ടി കൂട്ട്. അതിനായി അവർ പരോളിന് അപേക്ഷ നൽകി കോടതി ഏറ്റവും നീതിപൂർവ്വമായി തീരുമാനമെടുക്കുകയും ചെയ്തു. കല്യാണം, ഹണിമൂൺ എന്നീ വിഭാഗങ്ങളിലേക്കായി 15 ദിവസത്തെ പരോൾ അനുവദിച്ചു നൽകി. എന്താണ് എനിക്കൊരു സംശയം, ഈ കൊല്ലപ്പെട്ട ഇരകൾക്ക്, അതിക്രൂരമായി കൊല്ലപ്പെട്ട ഇരകൾ, അവരുടെ ബന്ധുക്കൾക്ക് നീതി കിട്ടിയോ? അതോ എന്നേക്കുമായി അവരുടെ സന്തോഷങ്ങൾ മുഴുവനും തല്ലിക്കെടുത്തിയ ഇല്ലാതാക്കിയ ഈ ചെകുത്താന്മാർക്ക് പുതിയൊരു ജീവിതം പ്രദാനം ചെയ്യുന്നതാണ് കോടതിയുടെ നീതി. കോടതി മുറിയിലെ കൺമൂടപ്പെട്ട നീതിദേവതയെ സ്മരിച്ചുകൊണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആരുടെ നീതി? എന്ത് നീതി? എന്തോന്നു?
അപ്പോൾ എന്തൊക്കെയായാലും പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും